ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുമിടുക്കി ആയിഷ. രോമാഞ്ചം ഉണ്ടാകുന്ന, ആദരവ് തോന്നുന്ന, സ്നേഹം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഇങ്ങനൊരു കുട്ടി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. കേരളക്കരയിൽ ഇങ്ങനൊരു മലയാളി കുട്ടി ഉണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനവും ഒരുതരം സ്വകാര്യ അഹങ്കാരവും തോന്നുന്നതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ വിവേകം, ഈ കുട്ടിയുടെ പക്വത നമ്മൾ പ്രായമായ പലർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്നും. ആയിഷ എന്ന പേരും വളരെ പ്രസക്തമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മപത്നികളിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിലൊന്നാണ് ആയിഷ. ആയിഷയ്ക്ക് അൽ മുമീനിൻ അല്ലെങ്കിൽ വിശ്വാസികളുടെ അമ്മ എന്നൊക്കെയുള്ളൊരു സ്ഥാനമുണ്ട്. ഒരുപാട് ഹദീസുകൾ ആയിഷയിൽ നിന്നാണ് വരുന്നതെന്നും ആയിഷ ഏറ്റവും വലിയ സ്കോളേഴ്സിൽ ഒന്നാണ്. നമുക്ക് നമ്മുടെ ആയിഷയുടെ, അതായത് പ്രവാചകന് പ്രിയപ്പെട്ട ആയിഷ പോലെ നമുക്ക് പ്രിയപ്പെട്ട, ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും കണ്ടിലുണ്ണിയായിരിക്കും ഈ കൊച്ചു മിടുക്കിയുടെ വാക്കുകൾ കേൾക്കാം. ഈ വാക്കുകൾ കേട്ടില്ലെങ്കിൽ എല്ലാവരും കേട്ട് കാണണം. ഞാൻ ഇന്നലെ രാത്രിയെ എത്തി, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയ വാക്കുകളാണ് ഈ ആയിഷയുടെ. അതായത് എന്താ പറയുക, ആയിഷയ്ക്ക് എത്ര പ്രായം കാണും? 9 വയസ്സാണ്. ആയിഷയുടെ വാക്കുകൾ കേട്ടാൽ മതി നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകും, സാഹോദര്യം ഉണ്ടാകും, ബഹുസ്വരത ഉണ്ടാകും. ആയിഷയ്ക്ക് 100 അഭിവാദ്യങ്ങൾ. മോള് എന്താ പറയുക, വലിയൊരു അഭിമാനം തോന്നുന്നു മോളെ കുറിച്ച്. ഒന്നുകൂടെ കേൾക്കാം. അത് എത്ര കൃത്യമാണ്. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? ഗംഭീരം. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരു ഇത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യാം, അത്ര മതി. ലോകം നന്നായിരിക്കും. കേട്ട് പഠിക്ക് സംഘി ക്രിസംഗി കാസ കൂട്ടങ്ങളെ. ഒരു 4ാം ക്ലാസ്സുകാരിയുടെ മാനസികാവസ്ഥ പോലും ഇല്ലല്ലോ, വിവേകം പോലും ഇല്ലല്ലോ നിനക്കൊന്നും. ജീവിക്കുന്ന കാലത്ത് മനുഷ്യനായിട്ട് ജീവിക്കടാ, വിഷജന്തുക്കളായിട്ട് ജീവിക്കല്ലേ, മനുഷ്യനായിട്ട് ജീവിക്കുക.